ഹായ് ഫ്രണ്ട്സ്, എല്ലായിടത്തും മഴയൊക്കെ ഉണ്ടോ? ഇവിടെ നല്ല മഴയാണ്. മഴ ഒന്ന് തോന്നു കഴിഞ്ഞപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണ്, ഒരു സെയിൽ വീഡിയോ ആണ്. നമ്മൾ പ്ലാൻസ് കൊറിയർ ചെയ്യുന്ന DTDC സ്പീഡ് പോസ്റ്റ് വഴിയാണ്. അപ്പോഴേ പ്ലാൻസ് ആവശ്യമുള്ളവർ DTDC ആണോ സ്പീഡ് പോസ്റ്റ് ആണോ വേണ്ടതെന്ന് മെൻഷൻ ചെയ്യേണ്ടതാണ്. പിന്നെ പ്ലാൻസിൻ്റെ വീഡിയോസ് ഇടുമ്പോൾ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി, വിളിക്കണമെന്നില്ല. സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവരാണെങ്കിൽ പ്ലാൻസിൻ്റെ പേര് എനിക്ക് എഴുതി അയച്ചാൽ മതി. ഞാൻ എല്ലാം ഡീറ്റെയിൽസും എല്ലാം അങ്ങോട്ട് അയച്ചു തരാം. അപ്പോൾ ഏതൊക്കെ പ്ലാന്റ്സാണ് ഇന്ന് സെയിലിന് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നോക്കാം. ഇതൊരു സിങ്കോണിയം വെറൈറ്റിയാണ്. ഇതൊക്കെ മഴയത്ത് നന്നായിട്ട് പിടിച്ച് കിട്ടുന്ന പ്ലാന്റ്സാണ്. പിങ്ക് സ്പ്ലാഷാണ്. എളുപ്പം പിടിച്ച് കിട്ടും, ഒരു പ്രയാസവും ഇല്ല. മഴയത്ത് വെച്ചാലും കുഴപ്പമില്ല. ഇതൊരു ചോക്ലേറ്റ് സിങ്കോണിയം എന്നാണ് ഇതിൻ്റെ പേര്. 30 രൂപയാണ്. ഇത് വെരിഗേറ്റഡ് സിങ്കോണിയാണ്, 60 രൂപ. ഇതൊരു മിനിയേച്ചർ സിങ്കോണിയൻ ടൈപ്പാണ്. അധികം അങ്ങോട്ട് പടർന്നൊന്നും കയറത്തില്ല, ഇങ്ങനെ ബുഷിയായിട്ടിരിക്കും. 30 രൂപയാണ്. ഇതൊരു എപ്പീഷ്യ വെറൈറ്റിയാണ്, 20 രൂപയാണ് ഇതിനൊക്കെ. ഈ അടുത്ത എപ്പീഷ്യ വെറൈറ്റിക്ക് 40 രൂപയാണ്. അതിനൊരു നല്ല ഒരു ബീട്രൂട്ടിൻ്റെ കളറാണ് ആ ലീഫിനൊക്കെ, നല്ല ഭംഗിയാണ് കാണാൻ. ഇത് പിങ്ക് ഫ്ലവറോട് കൂടി എപ്പീഷ്യയാണ്, 10 രൂപയേ ഉള്ളൂ. നന്നായിട്ട് പിടിച്ച് കിട്ടുന്ന ഒരെണ്ണമാണ്. ഇതൊന്ന് അടുത്തതെന്ന് പറയുന്നത് ബീട്രൂട്ട് കളറിലെ ലീഫ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ തൈയാണിത്. ഇതാണ് സെയിലിനുള്ളത്. ഇത് യെല്ലോ ഫ്ലവറോട് കൂടി എപ്പീഷ്യയാണ്, ഗ്രീൻ ലീഫ്. ഈ ബിഗോണിയയ്ക്ക് 50 രൂപയാണ്. ഒരു സിൽവർ ഷെയ്ഡാണ്, സൈഡിലെല്ലാം ഒരു ഗ്രീൻ ആയിട്ടൊരു ബോർഡറുണ്ട്. ഇതിന് 30 രൂപയാണ്. ആദ്യം കാണിച്ചതിന് 50 രൂപയാണ്. ഈ ബിഗോണിയയ്ക്ക് 30 രൂപയാണ്. ഇതിന് 40 രൂപയാണ്. സാധാരണ ഈ ബിഗോണിയയുടെ തൈകൾക്ക് ഞാൻ തൈയുടെ സൈസ് അനുസരിച്ച് വ്യത്യാസം വരുന്നതാണ്. 40 രൂപയാണ്. CC പ്ലാന്റ് ആണ്, 80 രൂപയാണ്. ഈ മഴക്കാലത്തൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടുന്ന ബോർഡർ പ്ലാന്റ് ആണ് അരേലിയ, 30 രൂപയാണ്. ഫേൺ വെറൈറ്റിക്ക് പറ്റിയ ഒരു കാലാവസ്ഥയാണ് മഴക്കാലം. ഇതിന് 30 രൂപയാണ്. ഈ ഫേണും സെയിലിനായിട്ട് അവൈലബിൾ ആണ്. ഇതിൻ്റെ തൈകളാണ് കൊടുക്കുന്നത്. ഇത് പീകോക്ക് ഫേണാണ്. എപ്പോഴും ഞാൻ സെയിലിൽ കൊണ്ടുവരുന്ന ഒരെണ്ണമാണ്. ആ പച്ചയും നീല ആ ഷെയ്ഡ് ഇച്ചിരി കുറവാണ്. ഇതിന് 40 രൂപയാണ്. ഈ കലാത്തിയയ്ക്കും മഴ ഒരു പ്രശ്നവും ഇല്ലാത്തൊരു പ്ലാന്റാണ്, 30 രൂപയാണ് ഈ കലാത്തിയയുടെ തൈകൾക്കെല്ലാം. ഇത് സാൻസവേരിയ പ്ലാന്റാണ്, 40 രൂപയാണ്. ലീഫിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്താണ്. അടുത്തതെന്ന് പറയുന്നത് അലൂമിനിയം പ്ലാന്റ് ആണ്, 20 രൂപയാണ്. ഇതൊക്കെ മഴക്കാലത്ത് പിടിച്ച് കിട്ടും, നന്നായിട്ട് പിടിച്ച് കിട്ടുന്നത്. ഇതൊക്കെ മഴയത്ത് തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. 20 രൂപയാണ്. ഇത് എൻജോയ് പോത്തോസ് ആണ്, 20 രൂപയാണ്. നന്നായിട്ട് പിടിച്ച് കിട്ടുന്ന ഒരു സമയമാണ് പോത്തോസ്, സിങ്കോണി എല്ലാം. ഇതെന്ന് പറയുന്നത് പേർഷ്യൻ ഷീൽഡാണ്, 60 രൂപയാണ്. അതിൻ്റെ തൈകളെല്ലാം അവൈലബിൾ ആണ്. ആ ലീഫിൻ്റെ കളർ തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. 60 രൂപയാണ്. കഴിഞ്ഞ സെയിലിന് ഞാനിത് കൊണ്ടുവന്നായിരുന്നു, പക്ഷേ അന്നേരം പെട്ടെന്ന് തൈകളൊക്കെ തീർന്നു. അപ്പോൾ ആവശ്യമുള്ളവർ എളുപ്പം വാട്സപ്പ് ചെയ്തേക്കണേ. ഈ ആമ്പലിൻ്റെ തൈകളും അവൈലബിൾ ആണ്, 80 രൂപയാണ്. പെട്ടെന്ന് തൈകളുണ്ടാകുന്ന ഒരു തരത്തിലുള്ള ആമ്പലാണ്. പേര് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. ഇതിൻ്റെ തൈകൾ അവൈലബിൾ ആണ്. ഈ കലാത്തിയയുടെ തൈയും അവൈലബിൾ ആണ്, 40 രൂപയാണ്. കലാത്തിയയ്ക്കെല്ലാം മഴ കൊണ്ടാൽ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഈ സമയത്ത് കലാത്തിയൊക്കെ മേടിച്ച് നടാൻ പറ്റുന്ന ഒരു സമയമാണ്. ഇത് സാധാരണ ഒരു മഴയത്തും വെക്കാവുന്ന ഒരു അഗ്ലോണിമ വെറൈറ്റിയാണ്. ഇതിൻ്റെ ഈ സൈസിലുള്ള തൈ അവൈലബിൾ ആണ്, 80 രൂപയാണ്. നല്ല വലിയ ലീഫാണ് ഇതിൻ്റേത്. ഇനി അടുത്തതെന്ന് പറയുന്ന ഒരു അലോക്കേഷ്യ വെറൈറ്റിയാണ്, ബ്ലാക്ക് ലീഫോട് കൂടിയ അലോക്കേഷ്യയാണ്. ഇത് വെള്ളത്തിലും വെക്കാം, നമുക്ക് മണ്ണിലും വെക്കാം. ഇനിയിപ്പോൾ മഴയാകുമ്പോൾ നമ്മൾ വെള്ളം നിറഞ്ഞ് ഈ ചട്ടിയിൽ വെള്ളം നിറഞ്ഞെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ഈ കലേഡിയത്തിൻ്റെ എല്ലാം സെയിലിപ്പോൾ നടക്കുന്നുണ്ട്. ഈ പിങ്ക് കലേഡിയമാണിത്, 50 രൂപയാണ്. കലേഡിയം കിളിച്ച് നന്നായിട്ട് കയറി വരുന്നത് മഴക്കാലത്ത് തന്നെയാണ്. അതുകൊണ്ട് മഴ ഒരു പ്രശ്നമല്ല കലേഡിയത്തിനൊന്നും. ഇതിന് കുറച്ചുകൂടെ നല്ലൊരു പിങ്കിഷ്, നല്ലൊരു കളറാണ്. ഈ സിങ്കോണിയ അവൈലബിൾ ആണ്. ഒരു പിങ്ക് ഷെയ്ഡോട് കൂടിയ ലീഫാണ് അത്. ഇനി അടുത്ത ബ്ലാക്ക് ഐഡ് സൂസനാണ്. അതിൻ്റെ തൈകളും എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്, 50 രൂപയാണ് തൈകൾ. ഈ മഴക്കാലത്ത് എപ്പോഴും പൂ പിടിച്ച് കിട്ടുന്ന ഒരു ചെടിയാണ് ബ്ലാക്ക് ഐഡ് സൂസൻ. അടുത്തതെന്ന് പറയുന്നത് റാബിറ്റ് ഫുഡ് ഫേണാണ്. അതും മഴയത്ത് നന്നായിട്ട് ഇപ്പോഴേ നല്ല പച്ചപ്പോട് കൂടി, ആ പച്ചപ്പ് ഇതിൽ നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയുന്നില്ല.
നന്നായിട്ട് പിടിച്ച് ഇപ്പോൾ ഈ മഴയത്ത് പിടിച്ച് നിന്നുകൊണ്ട് ഞാനിത് സെയിലിനായിട്ട് എടുത്താണ്. ഇതിൻ്റെയും കട്ടിങ്സ് അവൈലബിൾ ആണ്. ഇൻഡോറായിട്ടൊക്കെ വെക്കാൻ നല്ലതാണ്. 10 രൂപയാണ് കട്ടിങ്സിന്. ഇത് പെന്നിവേട്ടാണ്, 30 രൂപയാണ്. അതും മഴയായാലും വെയിലായാലും ഒരു പ്രശ്നവുമില്ല, മണ്ണിലായാലും വെള്ളത്തിലായാലും നിർത്താം. ഇത് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡാണ്, 50 രൂപയാണ്. ഈ കോമൺ വെറൈറ്റീസിനൊന്നും മഴ ഒരു വിഷയമല്ല. 140 രൂപയാണ് ഈ ഗ്രൗണ്ട് ഓർക്കിഡിന്. ഇപ്പം നന്നായിട്ട് പൂടുന്ന സമയമാണിത്. അടുത്ത വൈറ്റ് ഗ്രൗണ്ട് ഓർക്കിഡാണ്, അതിന് 50 രൂപയാണ്. അടുത്തതെന്ന് പറയുന്ന മെലസ്ട്രോമയുടെ തൈകളും അവൈലബിൾ ആണ്. ഇതൊക്കെ ഈ മഴക്കാലത്ത് നമുക്ക് തൈകൾ പിടിപ്പിച്ച് നടാവുന്ന ഒരു ചെടിയാണ്. മെലസ്ട്രോമ 80 രൂപയാണ് തൈകൾക്ക്. പിന്നെ ഫ്രീ പ്ലാന്റ്സ് എന്ന് പറഞ്ഞത്, ഈ പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യുന്നവർക്ക് 5 വെറൈറ്റി 10 മണികൾ ഞാൻ ഫ്രീ ആയിട്ട് നൽകുന്നതാണ്. ഇനിയിപ്പോൾ മഴക്കാലമാണല്ലോ, അപ്പോഴേ 10 മണിയുടെയൊക്കെ ഒരു സമയമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഷെയ്ഡിലൊക്കെ വെച്ച് വളർത്താവുന്നവർക്ക് നന്നായിട്ട് പിടിപ്പിച്ചെടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.